ഹായ് ഫ്രണ്ട്സ്, കപ്പിത്താൻ ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ താമസിക്കുന്ന റൂം, കപ്പലിലെ ക്യാബിൻ അതെങ്ങനെയാണെന്നുള്ളതും, കപ്പലിലെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഗ്യാലി എന്നാണ് അതിന് പറയുന്നത്, കിച്ചൺ എങ്ങനെയാണെന്നുള്ളതും, ഫുഡ് കഴിക്കുന്ന മെസ് റൂം എങ്ങനെയാണെന്നുള്ളതും, പിന്നെ കപ്പലിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ, അക്കോമഡേഷൻ്റെ ഒരു വ്യൂ, എത്രത്തോളം വലുതാണ് അക്കോമഡേഷൻ എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇതാണ് അപ്പം റൂം ഇതാണ് ഡേ റൂം. ഇവിടെ ഒരു സോഫ ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്. അതിൻ്റെ താഴെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അതിനകത്ത് ലൈഫ് ജാക്കറ്റും മെർസൺ സ്യൂട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടേബിളുണ്ട്, ഫിക്സഡാണ്, സാധനങ്ങളൊക്കെ ഫിക്സഡാണ്. ഒരു ഫ്രിഡ്ജുണ്ട്, അത് ഫിക്സഡാണ്, ബിക്കോസ് റോളിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെഡും എല്ലാം, ഇതാണ് ബെഡും ഫിക്സഡാണ്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും അതിനകത്തുനിന്നുണ്ട്. പിന്നെ ആ സൈഡിലായിട്ടൊരു കബോർഡും ഉണ്ട്, നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ നേരെ ഞാൻ എടക്കിലെത്തി. ഇതാണ് ക്രൂവിൻ്റെ സ്മോക്കിംഗ് റൂം, റിക്രിയേഷൻ റൂം, പിന്നെ അവരുടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. ഇത് കഴിഞ്ഞ് നേരെ വീണ്ടും അലിവിലോട്ട് ഞാൻ ഇറങ്ങി. ഇത് കോമൺ സ്പേസ് ആണ്, കോമൺ ഏരിയ ആണ്. ഇവിടെ ഒരു മീറ്റിംഗ് റൂമുണ്ട്, അതായത് നമുക്ക് വർക്ക് പ്ലാൻ ചെയ്യാനും റിസ്ക് അസസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു ചെറിയ മീറ്റിംഗ് റൂമാണ്. പിന്നെ അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ദെൻ നേരെ ചെല്ലുമ്പോൾ ഇവിടെ അടുത്തതായിട്ട് വരുന്ന CCR ആണ്. CCR കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഗോ കൺട്രോൾ റൂം. നമ്മൾ കാർഗോ കൺട്രോൾ ചെയ്യുന്നത് ഈ റൂമിലിരുന്നിട്ടാണ്. അതായത് കപ്പൽ പോർട്ടിലെത്തുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് അൺമാൻ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ഇതിലൂടെയാണ് നമ്മൾ കാർഗോ ഡിസ്ചാർജ് ചെയ്യുന്നത്. നമ്മൾ പമ്പിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനും ലാസ്റ്റിങ് കപ്പലിലോട്ട് വെള്ളം എടുക്കാനും കപ്പലിനെ കറക്റ്റായിട്ട് നിർത്താൻ, വെള്ളത്തിൽ കറക്റ്റ് സ്റ്റെബിലിറ്റി വെച്ചിട്ട് നിർത്താനൊക്കെ ഉള്ള റൂമായിട്ടാണ് ഇനി ഉപയോഗിക്കുന്നത്. CCR, ലോഡിക്കേറ്ററും അങ്ങനെ കമ്പ്യൂട്ടറും കാര്യങ്ങളും അതിൻ്റെ എക്യുപ്മെൻറ്റും കാര്യങ്ങളുമാണ് ഇതിനുള്ളത്. ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഷിപ്സ് ഓഫീസ് ഉള്ളത്. അത് ഷിപ്സ് ഓഫീസും മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും വർക്ക് പ്ലാനിങ്ങിനും ഒക്കെ വേണ്ടിയുള്ള റൂമാണ്. കോമൺ സ്പേസ് ആണ്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ വെച്ചാണ് നടത്തുന്നത്. ഇതിന് വീണ്ടും ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങി നമ്മുടെ അലിവയിലേക്ക് എത്തി. അലിവയിൽ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് മെസ് റൂമിലോട്ടാണ്. മെസ് റൂമിലോട്ട് പോകുന്നതിന് മുന്നേ റൈറ്റ് ലെഫ്റ്റിലേക്കായിട്ട് ചെറിയ സ്റ്റോർസ് ഉണ്ട്, അതെല്ലാം ലോക്ക്ഡ് ആണ്. ഇതാണ് നമ്മുടെ മെസ് റൂം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓഫീസേഴ്സ് മെസ് റൂമാണ്. ഇത് ടൈം ടു ടൈം ആണ് ഫുഡും കാര്യങ്ങളും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു ക്രൂ ഉണ്ട്, പുള്ളിയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. മെസ് റൂം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാമെങ്കിൽ അവിടെ പാൻട്രിയാണ്, നമുക്ക് ഫുഡ് അവിടെ നിന്നാണ് സെർവ് ചെയ്ത് തരുന്നതൊക്കെ. പാൻട്രിയുടെ റൈറ്റ് സൈഡിലാണ് ഗ്യാലി എന്ന് പറയുന്നത്, കിച്ചൺ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചീഫ് കുക്കുമായിട്ടുള്ളൊരു വീഡിയോ, ഫുഡും കാര്യങ്ങളും സ്റ്റോവ്സും കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ, അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കപ്പലിൻ്റെ പുറത്തേക്കൊന്ന് പോകാം. കപ്പലിൻ്റെ പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഇതാണ് മെയിൻ ഡോറ്. ഇത് കഴിഞ്ഞ് ഒരു ഡോറുണ്ട്, ഡോറ് തുറന്ന് ഞാൻ കപ്പലിന്, അടുത്തൊരു വാട്ടർ ടൈറ്റ് ഡോറാണ്, അതും തുറന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ നേരെ കാണുന്ന റെഡ് കളറുള്ളതാണ് ലൈഫ് ബോട്ട് എന്ന് പറയുന്നത്. അതായത് കപ്പൽ മുങ്ങുവാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. രണ്ട് സൈഡിലും ഓരോന്നോരോന്നുണ്ട്. 22 പേരെ കപ്പാസിറ്റി ഉള്ള ബോട്ടാണ്. മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വലുതാണ് കപ്പലിൻ്റെ അക്കോമഡേഷൻ എന്നുള്ളത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മുകളിൽ നിന്ന് താഴോട്ടുള്ള വീഡിയോ. ഇപ്പം താഴെ നിന്ന് മുകളിലോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം ഉയരമാണ്, അതായത് എത്രത്തോളം വലിയ കപ്പലാണെന്നുള്ള കാര്യം. അതിൻ്റെ അക്കോമഡേഷൻ തന്നെ എത്ര മീറ്ററോളം ഉയരത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിപ്പം ഞാൻ നേരെ നടക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും പുറകിലോട്ടാണ്, ബാക്കിലോട്ടാണ്. സ്റ്റേൺ എന്നാണ് അതിന് പറയുന്നത്. അത് കപ്പലിന് ഞാൻ പുറകെ നിന്നെടുത്തൊരു വീഡിയോ ആണ്, ബ്രിഡ്ജ് വിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ വിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. താഴോട്ടുള്ള മുകളിലോട്ട് അക്കോമഡേഷനാണ്. പുറത്തുനിന്നും സ്റ്റെപ്പ് ഉണ്ട്, മുകളിലോട്ട് കയറാൻ അകത്തോട്ടേയും സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ അകത്ത് ലിഫ്റ്റും ഉണ്ട്. ഇപ്പോൾ കപ്പലിൻ്റെ പുറകിലോട്ട് ഞാൻ നടക്കുകയാണ്. പുറകിലോട്ട് നടന്ന് ഞാൻ പ്രൊപ്പലർ ഇങ്ങനെയൊക്കെ ജസ്റ്റ് കറങ്ങുന്നത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ അടിച്ച് പ്രൊപ്പലർ കാണാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ അടിയിലായിട്ട്, പക്ഷേ മൂവ് ആകുന്ന കപ്പലും ഫ്രണ്ടിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതിപ്പം ഫോൺ ബാക്കിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എക്സ്പ്ലോസീവ് കാറുകയാണ്, അലൗഡല്ല. അപ്പം പുറമേ നിന്നാണ് ഞാൻ എടുത്താണ് സൂം ചെയ്ത ബ്രിഡ്ജിങ് കാണിച്ച്. മുകളിൽ നിന്നാണ് ഇറങ്ങി, ലിഫ്റ്റ് വഴി ഇറങ്ങി താഴെ എത്തി.